അവ പറഞ്ഞോട്ട് നമുക്ക് ചെയ്യാം. എടപ്പണ്ടാ ഈ തിരക്കുടിച്ച് എടപ്പം എന്നോട് പറഞ്ഞാൽ ശരിയാവൂല. എന്താണ് എന്നോട് പറഞ്ഞാൽ എന്താണ്? അങ്ങനത്തെ ഒരു വിഷയമാണ്. നമുക്ക് രാവിലെ പാല് കുടിക്കാൻ പോയപ്പോ 10 വട്ടം ചാടിയിട്ട് ആശുപത്രിയിലാണ്. കയ്യും കാലും ഒടിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പണയം വെച്ച് പെങ്ങളുടെ വീട്ടിൽ നിന്ന് പണയം വെച്ച് സ്വർണം പണയം വെച്ച് കൊടുക്കാനാണ് പറഞ്ഞേക്കണം. ഇത് പണയം വെച്ച് അവിടെ കൊടുത്താലാ ഓപ്പറേഷൻ ചെയ്യുള്ളൂ. അതിന്റെ തിരക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരക്കിന് പോയത്. കോട്ടെന്നാ. അവനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ എന്നോട് പറയണ്ടേ? ഞാൻ അറിയണ്ടേ? ഞാനും അവനും തമ്മിൽ ഭയങ്കര സൗഹൃദമായിരുന്നു. വേറൊന്നുമല്ല പറയാൻ, നിങ്ങൾ തമ്മിൽ വഴക്കാന്നുള്ള കാര്യം എനിക്കറിയാം. എടാ ഞാൻ അവനും തമ്മിൽ വഴക്കുണ്ട്. 1 വർഷമായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പണക്കം. അത് കൂട്ടുകാരന്മാരൊക്കെ ആകുമ്പോ ഉണ്ടാവൂലേ? എടാ ഞാൻ അവനൊക്കെ ഒരുമിച്ചിരുന്ന് സ്കൂളിൽ പഠിച്ചു എന്തൊക്കെ വേഷം കെട്ടൊക്കെ ചെയ്തിരുന്ന ഞാൻ അവനും ചങ്കാണ്. ഇപ്പോഴും എൻ്റെ ചങ്കാണ്. ഞാൻ എത്ര വർഷം അവനെ 1 വർഷം നമ്മ വഴക്കിടുമ്പോ അതിനു മുമ്പ് സ്നേഹിച്ചതൊക്കെ സ്നേഹം അല്ലാണ്ടാവോ? അതാണോ സൗഹൃദം? വേറൊന്നുമില്ല, ഞങ്ങൾ ഇരിക്കുന്ന ടൈമിൽ പുള്ളി കാര്യങ്ങൾ പറയുമ്പോൾ, നിങ്ങളെ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടമാണില്ല. മതിയും നിർത്തുന്നു പറഞ്ഞ് എഴുന്നേറ്റ് പോക്കണം. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടല്ലേ. പുള്ളി വിളിച്ചിട്ടുണ്ടായിരിക്കും. നീ ഒരു കാര്യം ചെയ്യോ, എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ? നീ വളമൊന്നും പണയാൻ പറ്റാൻ നിൽക്കണ്ട. ആ പൈസ ഞാൻ തന്നേക്കാം, അവിടെ കെട്ടാനുള്ള പൈസ ഞാൻ തന്നാന്ന് അവനോട് പറയണ്ട. പിന്നെ ഞാൻ അവന് തമ്മിലുള്ള ബന്ധമൊന്നും ആരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഞാൻ അവനിക്ക് കൊടുത്ത സ്ഥാനം എൻ്റെ ഹൃദയത്തിലാണ്. അവൻ എൻ്റെ ചങ്കാണ്. നീ ഒരു കാര്യം ചെയ്യും, ഞാനെന്നാ പൈസ എടുത്തുകൊണ്ട് വരാം. നീ ഇവിടെ നിൽക്ക്, ഡ്രസ്സ് മാറാൻ. 40 വർഷത്തെ സൗഹൃദങ്ങളാണ് ചെറിയൊരു പ്രശ്നത്തിൽ തെറ്റി വഴക്കായിട്ട് മാറുന്നത്.